Hello all, welcome to this video. I'll be explaining the theory of planned behavior in this video. Okay. So the theory of planned behavior was a modification of the theory of reasoned action. Okay. The theory of reasoned action was proposed by Edson and Fishburne in 1980, and later on Edson in 1985 proposed the theory of planned behavior. Okay. So according to this theory, people decide their intention in advance of most voluntary behaviors. And intentions are the best predictors of what people will do. So നമ്മളുടെ ബിഹേവിയറിനെ ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയേഴ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണിത്. Okay, so this model has been used to predict and evaluate many behaviors, many health related behaviors like drinking, smoking, breastfeeding, health service utilization. Okay, and actually context അനുസരിച്ച് പല ബിഹേവിയേഴ്സും പ്രോ എൻവയോൺമെൻറ്റൽ ബിഹേവിയേഴ്സ് വരെ predict ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി 154 കോണ്ടെക്സ്റ്റുകളിൽ ഈ ഒരു മോഡൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളത് ഓൾറെഡി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഈ ഒരു മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബിഹേവിയർ ടേക്ക് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് ഇൻറ്റൻഷൻ വേണം. ഓക്കെ, ഔട്ട് ഓഫ് ദറ്റ് സ്ട്രോങ് ഇൻറ്റൻഷൻ ദിസ് ബിഹേവിയർ ടേക്സ് പ്ലേസ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ വാട്ട് ആൻ ഇൻറ്റൻഷൻ മീൻ. So intention is the cognitive representation of a person's readiness to perform a given behavior. Okay, for example, നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ബിഹേവിയർ എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ട്രോങ് ഇൻറ്റൻഷൻ വേണം. നമ്മളുടെ ബിഹേവിയറൽ അച്ചീവ്മെൻറ്റ് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ഇൻറ്റൻഷൻ വേണം, ദാറ്റ് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ കോഡ് ബിലീഫ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ്. ഓക്കെ, സോ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, മോട്ടിവേഷൻ ടു ഡു ഓർ ടു പെർഫോം എ പെർട്ടിക്കുലർ ബിഹേവിയർ. ഓക്കെ, സോ ഇഫ് യു നോ a person's intention, then you can predict his behavior. Okay, so that is what this model says. So theory indicates that 3 judgments determine a person's intention to perform a behavior. So as I said earlier, behavior ne influence ചെയ്യുന്ന intention influence ചെയ്യുന്ന 3 judgments അല്ലെങ്കിൽ 3 core beliefs ആണ് ഇനി പറയാൻ പോകുന്നത്. The first one is attitude regarding the behavior, which is basically a judgment of whether or not the behavior is a good thing to do. ഫിസിക്കൽ എക്സസൈസ് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയാം. ഫിസിക്കൽ എക്സസൈസ് എന്ന ബിഹേവിയറിനെ പറ്റിയിട്ട് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ലൈക്ക് അവരുടെ പേഴ്സണൽ വ്യൂ എന്താണ്, വെദർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്. ഓക്കെ, ആൻഡ് ദിസ് ജഡ്ജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 എക്സ്പെക്ടേഷൻസ്, ദ ലൈക്ലി ഔട്ട്കം ഓഫ് ദ ബിഹേവിയർ ആൻഡ് വെദർ ദ ഔട്ട്കം വുഡ് ബി റിവാർഡിങ്. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഔട്ട്കം? ഓക്കെ, ഐ വിൽ ബി ഫിറ്റ്. ആൻഡ് എന്താ അതിൻ്റെ റിവാർഡ്? ഫിസിക്കലി ഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിവാർഡ്? എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാവാം, ഹെൽത്തി ആവുന്നതാവാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ആറ്റിറ്റ്യൂഡ് റിഗാർഡിംഗ് ദ ബിഹേവിയർ, പേഴ്സണൽ വ്യൂസ് ഓൺ എ പെർട്ടിക്കുലർ ബിഹേവിയർ. ഓക്കെ, വെദർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, ആൻഡ് ദിസ് personal view or this personal judgment is based on 2 expectation, outcome of the behavior and whether the outcome would be rewarding. Okay, and the next core belief is subjective norm. This judgment reflects the impact of social pressure or influence on the person's acceptability or appropriateness. This decision is based on his or her beliefs about others' opinions of the behavior and his or her motivation to comply with those opinions. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ എക്സസൈസ് ബാക്കിയുള്ള നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റി ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു ബിഹേവിയറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഇവരുടെയൊക്കെ ഒപ്പീനിയൻ എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ബിഹേവിയർ ചെയ്യണോ വേണ്ടിയോ എന്നൊരു ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ് ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ബിഹേവിയർ. ഓക്കെ, and now third one is perceived behavioral control, or the person's expectations of success in performing the contemplated behavior. And this concept is very similar to self-efficacy. Self-efficacy എന്ന് പറയുമ്പോൾ
നമ്മളുടെ ഓൺ എബിലിറ്റിയിലുള്ള നമ്മളുടെ ബിലീഫ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള നമ്മളുടെ ഓൺ ബിലീഫാണ്, നമ്മളുടെ എബിലിറ്റിയിലുള്ള നമ്മളുടെ ബിലീഫാണ് സെൽഫ് എഫിക്കസി. സിമിലർ തിങ് തന്നെയാണ് പെർസീവ് ബിഹേവിയർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യാനുള്ള സ്കിൽ, അതിൻ്റെ റിസോഴ്സസ് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ചെക്ക് ചെയ്യുന്നതാണ് ഈ പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോൾ, നമ്മളുടെ ഓൺ ബിലീഫ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ബിഹേവിയർ സക്സസ് ആവാൻ പറ്റുമോ, ഓക്കെ, നമ്മളെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഒരു പെർസെപ്ഷനാണ് ഇവിടെ വരുന്നത്. തേർഡ്, കോർ ബിലീഫ്. ഓക്കെ, സോ എനിക്ക് ഫിസിക്കലി ലൈക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, വേറെ എനിക്ക് എൻ്റെ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്, സ്കിൽ അവൈലബിൾ ആണ്, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പം ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും പെർസീവ് ബിഹേവിയർ കൺട്രോൾ ആണെങ്കിലും സബ്ജക്റ്റീവ് നോംസ് ആണെങ്കിലും എല്ലാം പോസിറ്റീവ് ആണ്. സോ ഈ 3 ഡിറ്റർമിനൻസ് പോസിറ്റീവ് ആകുമ്പം നൗ ഐ ഹാവ് എൻ ഇൻറ്റൻഷൻ ദാറ്റ് ഐ ക്യാൻ ഡു ദിസ് ബിഹേവിയർ. ഓക്കെ, സോ എത്ര സ്ട്രോങ് ആണോ നമ്മുടെ ഇൻറ്റൻഷൻ അത്രയും നമ്മൾ ബിഹേവിയർ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഹയർ ആണ്. ഓക്കെ, സോ നൗ what I have here is a figure which explains the theory of planned behavior. Okay, so ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ആറ്റിറ്റ്യൂഡ്, സബ്ജക്റ്റീവ് നോം ആൻഡ് പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോൾ predict intention and intention predicts behavior. Okay, so I hope I don't need to explain it with an example again. So background variables എന്ന് പറയുമ്പം ഏജ്, നമ്മുടെ ഡെമോഗ്രാഫിക് വേരിയബിൾസ് ആണ്, ഏജ് ആണ് വരുന്നത്. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് വേരിയബിൾസ് ഈ 3 കോർ ബിലീഫ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് 3 കോർ ബിലീഫ്സ് ഇൻഫ്ലുവൻസ് ഓർ predict intention and then intention predict behavior. Okay, and here what you can say is perceived behavioral control directly influence behavior. സോ നമുക്ക് ഓൾറെഡി ചെയ്യാനുള്ള സ്കില്ലുണ്ടോ അല്ലെങ്കിൽ നമ്മളടുത്ത് അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ, അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു ഫാക്ടേഴ്സ് ഡയറക്ട്ലി ഇറ്റ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. ഓക്കെ, ആൻഡ് വാട്ട് യു ക്യാൻ സീ ഹിയർ ഇസ് ബിഹേവിയർ ചെയ്തതിന് ശേഷമുള്ള ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്താ, നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ വി ടേക്ക് ഇറ്റ് ആസ് എ ഫീഡ്ബാക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് വാട്ട് വി ഹാവ് ഇസ് ലിമിറ്റേഷൻസ് ഓഫ് ദിസ് മോഡൽ. ഈ ഒരു മോഡലിൻ്റെ സ്ട്രെങ്ത്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ബിഹേവിയേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ബട്ട് ദിസ് മോഡൽ ഓൾസോ ഹാസ് മെനി ലിമിറ്റേഷൻസ്. ഓൾറെഡി വെറൈറ്റീസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയേഴ്സ് ലൈക്ക് ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, ബ്രസ്റ്റ് ഫീഡിങ്, ഹെൽത്ത് സർവീസസ് യൂട്ടിലൈസേഷൻ, ഇതിനൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്രെഡിക്റ്റീവ് വാല്യൂ ഉള്ളൊരു മോഡലാണിത്. But at the same time it has got many limitations also. So the first and foremost limitation is intentions and behavior are only moderately related. People do not always do what they plan or claim they plan to do. Okay, so നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോങ് ഇൻറ്റൻഷൻ ആണെങ്കിൽ ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നു, പക്ഷേ ഇറ്റ് ഈസ് ഓൺലി മോഡറേറ്റ്ലി റിലേറ്റഡ്. എപ്പോഴും സ്ട്രോങ് ഇൻറ്റൻഷൻ ഉണ്ടെന്ന് കരുതിയിട്ട് ബിഹേവിയറിലേക്ക് പോകണമെന്നില്ല. There are many other factors also. There could be many other factors that influence this behavior, right? So people do not always do what they plan to do. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇൻറ്റൻഷൻ ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്ന പറയുന്നത് ഇസ് നോട്ട് റൈറ്റ് ടു അക്കോർഡിംഗ് ടു അതർ തിയറിസ്റ്റ്. ഓക്കെ, the theory is incomplete. It does not include, for example, the important role of people's prior experience with the behavior. പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല, നമ്മളുടെ മൂഡിനെ പറ്റിയിട്ട് പറയുന്നില്ല. ഫിയർ, ത്രെറ്റ്, അങ്ങനത്തെ വേറെ എക്സ്റ്റേണൽ വരുന്ന ഒരു ഫാക്ടേഴ്സിനെ പറ്റിയിട്ടും പേഴ്സണൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടൊന്നും അതിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടൊന്നും ഈ മോഡലിൽ ഒന്നും പറയുന്നില്ല. സോ ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ. ഇറ്റ് അസ്യൂം പീപ്പിൾ തിങ്ക് അബൌട്ട് റിസ്ക് ഇൻ എ ഡീറ്റെയിൽഡ് ഫാഷൻ, knowing what diseases are associated with different behaviors and estimating the likelihood of becoming seriously ill. So ഈ മോഡൽ ഓൾറെഡി അസ്യൂം ചെയ്യുന്നുണ്ട്. മോഡൽ പറയുമ്പോഴേ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ആൾക്കാരും കംപ്ലീറ്റ്ലി അവെയർ ആണ്, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. ഒരു ഇല്ലസസിനെ കുറിച്ചിട്ടാണെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചിട്ടാണെങ്കിലും ഹെൽത്ത് ബിഹേവിയേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ തന്നെ കംപ്ലീറ്റ്ലി അവെയർ ആണ്, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് എന്നുള്ളൊരു അസംഷനിലാണ് ഈ മോഡൽ വെച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഓൾസോ എ ലിമിറ്റേഷൻ അക്കോർഡിംഗ് ടു അതർ തിയറീസ്.
It does not account for other variables that factor into behavioral intention and motivation, such as fear, threat, mood, or past experience. This point I have already discussed. So it does not take into account environmental or economic factors that may influence a person's intention to perform a behavior. Okay, so environmental factors and economic factors where ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടും ഈ ഒരു തിയറിയിൽ ഒന്നും പറയുന്നില്ല. So that is also a limitation. Now, the time frame between intent and behavioral action is not addressed by the theory. So, intention predict behavior എന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു ടൈം ഫ്രെയിം ഇൻറ്റൻഷൻ ഉണ്ട്, പക്ഷേ ബിഹേവിയറൽ ആക്ഷനിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു ടൈം ഫ്രെയിം എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ടും ദിസ് തിയറി ഹാസ് നോട്ട് എക്സ്പ്ലെയിൻഡ്. ആൻഡ് perceived behavioral control doesn't say anything about actual control over behavior. സോ perceived behavioral control എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾക്കൊണ്ട് ആ ബിഹേവിയർ ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ സ്കില്ലും റിസോഴ്സസൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ആ ബിഹേവിയർ എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട്, ബിഹേവിയറൽ കൺട്രോളിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽസ് ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ limitation of this model. Okay, so that's all for this video. Thank you so much for listening.